ഒരുപാട് ആൾക്കാരെ മിസ്സാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് ചില ആൾക്കാരെ മിസ്സാവുന്നുണ്ട്. മേഘ, സുമേഷ്, സമീസ്, രാജ്, ഷമീമ, ഹംസ, മുനീറ, PK, ഋഷു, ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. അനഘ, ബിന്ദു, ഗണേഷ്, അനിൽ, റെയിൽവേ, പ്രിൻഡോ, ചോയില്ലേ, ഹായ് 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 എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ലൈവിൽ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ, ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം അറിയിക്കാനാണ്. അവിടെ എനിക്ക് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും സെക്കൻഡ് റണ്ണറപ്പ് എടുക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള സപ്പോർട്ടും എന്താ പറയുക, ഈ എനിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായുള്ള പ്രവർത്തനവും ഒത്തിരി പേര് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വോട്ട് പിടിക്കാനും കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എല്ലാവരോടും 1000 നന്ദിയുണ്ട്. ഹായ് വിജിഷ, ഹായ്. കുറേ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ 100 ദിവസം തികച്ചത്. ഭയങ്കര അതിജീവനായിരുന്നു. നിങ്ങൾ കണ്ടിരിക്കും ഞങ്ങളുടെ അവസ്ഥ. ഏത് സീസൺ പോലെയല്ല ഈ സീസൺ. പക്ക പറഞ്ഞ പോലെ തന്നെ 7ന്റെ പണി തന്നെയായിരുന്നു. ഞാൻ 14 കിലോയാണ് ഇവിടെ വന്ന് തൂക്കി നോക്കിയപ്പോൾ കുറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം അവിടെ ഭക്ഷണത്തിനും ഇതിനൊക്കെ അവിടുത്തെ സർവൈവ് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്രത്തോളം കഷ്ടപ്പാടായിരുന്നു. പിന്നെ അവിടുത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ